ബെഞ്ചമിൻ വെസ്റ്റ് എന്ന അതിപ്രശസ്തനായ ഒരു ചിത്രകാരനുണ്ടായിരുന്നു. ആ ചിത്രകാരനോട് ഒരിക്കൽ അഭിമുഖത്തിൽ അദ്ദേഹത്തിനോട് ഇൻ്റർവ്യൂവർ ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇത്രയും വലിയ ചിത്രകാരൻ ആവാൻ കഴിഞ്ഞതെങ്ങനെ, അതിന് പ്രചോദനം ആരായിരുന്നു എന്ന്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഒരു ഉത്തരം പറയുകയാണ്, കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ നൽകിയ ഒരു ഉമ്മയാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിപ്പെടാൻ കാരണം എന്ന്. ഇൻ്റർവ്യൂവർ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി. അവർ ചോദിച്ചു, എന്താണ് താങ്കൾ പറഞ്ഞതിൻ്റെ ഉത്തരം എനിക്ക് വ്യക്തമായില്ല എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറയാണ്, കുട്ടിക്കാലത്ത് എന്നെയും എൻ്റെ അനിയത്തിയെയും വീട്ടിലാക്കിയിട്ട് അമ്മ പുറത്ത് കടയിൽ പോയ സമയത്ത് നേരം വൈകുന്നത് കൊണ്ട് തന്നെ എല്ലാ അനിയത്തിയെ നോക്കാനുള്ള ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഒരു വികൃതി എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഞാൻ അമ്മ വരുന്നതിന് മുന്നേ അവിടെയുള്ള ചായക്കൂട്ടുകളും സ്കെച്ച് പെന്നുകളും വെച്ച് ഞാൻ വരച്ച് ആ റൂമും ആ വീടിലെയും ചുമരുകൾ നിറയ്ക്കുകയായിരുന്നു. അത്രയ്ക്ക് അലങ്കോലമാക്കി ആ റൂമിനെ വെച്ച സമയത്ത് തിരിച്ചു വന്ന അമ്മ കാണുന്നത് ഇത്രയും അലങ്കോലമാക്കി വൃത്തികേടാക്കി വെച്ചിരിക്കുന്ന വീടിനെ ആണ്. അതായത് മുഴുവൻ ചായക്കൂട്ടുകളാൽ പല പല വലകളും കുറികളും വരച്ച് ഇതാക്കി. അമ്മ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നിട്ട് പറഞ്ഞു, നീ ഇത്രയും വലിയ ചിത്രകാരനാണ്, നിൻ്റെ ഉള്ളിൽ വലിയൊരു ചിത്രകാരനുണ്ട് എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നു. അന്ന് ഞാൻ അതിൽ നിന്ന് ഭയമാണ്, അല്ലെങ്കിൽ എന്നെ അവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തതെങ്കിൽ ഇന്ന് ചിത്രകാരനായിട്ടുള്ള ഞാൻ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വാസനയെ എൻ്റെ അമ്മയാണ് തിരിച്ചറിഞ്ഞത് എന്ന് നോക്കണം. നമ്മൾ കുട്ടികൾ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്ക് പറയുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ അവർ ഏത് നിലയിലേക്ക് എത്തും എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു സംഭാഷണം ഒരു നല്ല അഭിനന്ദനം മതി അവൻ്റെ ജീവിതത്തിൽ അവൻ വിജയിക്കാൻ. സ്മരണയിരിക്കട്ടെ.